ഹലോ ഫാമിലി, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ രാവിലെ എല്ലാ ദിവസത്തെ പോലെ രാവിലെ എഴുന്നേറ്റു, കാരണം മക്കൾക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു തിരക്കിൽ അങ്ങനെ അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കൊടുത്ത് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അതായത് 3-4 ദിവസമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളിലായിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും വ്ളോഗ് എടുക്കാനൊക്കെ പോലൊക്കെ നടക്കണ കാര്യമല്ല. അപ്പോൾ രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ചൂടിട്ട് തരും അമ്മയ്ക്ക്. അമ്മ ഇതാക്കി തരും. ആ റോസ് കേട്ടോ അമ്മയ്ക്ക്. റോസ് അതന്നെ റോസ് ഞാൻ പറഞ്ഞല്ലേ. എന്തിനാ കരയണേ? അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അവരുടെ ഓരോ അടികളും വഴക്കുകളൊക്കെ കഴിഞ്ഞ് 2 പേരെയും സ്കൂളിൽ കൊടുന്നാക്കിട്ടോ. അപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 10 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞങ്ങളൊരു 5 മിനിറ്റ് ലേറ്റ്. അപ്പോൾ നമ്മൾ കറക്റ്റ് 8:30 ആകുമ്പോൾ ഇറങ്ങിയാലാണ് കറക്റ്റ് 8:45 സ്കൂളിലെത്തുള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഓട്ടം പിടിച്ചു കേട്ടോ. ഞാനും ഇതിൻ്റെ ഇടയ്ക്ക് ഫോണും ക്യാമറയും ഒക്കെ പിടിച്ച് ഓടുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ. അങ്ങനെ പിന്നെ അവരുടെ പോണ വഴിക്ക് അവരുടെ 2 പേരുടെ ഓരോ കുസൃതികളൊക്കെ ആയിട്ട് അങ്ങനെ സ്കൂളിലെത്തി കേട്ടോ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് ആരും ബോധം കേടരുത്. ഇതെനിക്കിന്ന് ഫുൾ ക്ലീൻ ആക്കി എടുക്കണം. ഇതാണ് ഇന്ന് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഇതെനിക്കൊന്ന് ഷോർട്ട് ഔട്ട് ചെയ്ത് എടുക്കണം. എല്ലാം ഞാൻ വലിച്ചു വാരി ഇട്ടേക്കാട്ടോ. ഇങ്ങനെ ഫുള്ള് ഡ്യൂട്ടിയും എല്ലാം കൊണ്ട് നമുക്ക് ചെയ്യാൻ കുറച്ച് ഇതൊക്കെ ആയതുകൊണ്ട് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കണം. എന്താക്കും എന്നറിയില്ല. അങ്ങനെ ആദ്യമേ തൊട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് തുണി മടക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതങ്ങോട്ട് ആദ്യം ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചു. അങ്ങനെ എല്ലാം ചെയ്തു കേട്ടോ. അരിയുടെ അകത്ത് ചുണ്ടത്തിട്ട് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കേ. എൻ്റെ കൂളിംഗ് ഗ്ലാസ്, എന്ത് സാധനം ഉണ്ടെങ്കിലും അലമാരിയിലോട്ട് അങ്ങോട്ട് തള്ളി വെക്കൂ കേട്ടോ. പിന്നീട് അത് ഒരുക്കാം എന്നിങ്ങനെ വിചാരിച്ച് എല്ലാം അവിടെ കൊണ്ട് ഡ്യൂട്ടി കഴിയുമ്പോൾ അവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് വെക്കൂ കേട്ടോ. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം കേട്ടോ. ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ ആയില്ലേ. അപ്പോൾ ഇതുപോലത്തെ നല്ല കട്ടിയുള്ള തുണിയൊക്കെ എടുത്ത് ഇനി പെട്ടിയിലോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവാണേ. നമുക്ക് അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ച് പെട്ടിയിലാക്കാനുള്ളതെല്ലാം പെട്ടിയിലാക്കി എല്ലാം എടുത്തു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ മോളെ സ്കൂളിൽ നിന്ന് ആ സമയത്ത് ഞാൻ തുണി മടക്കി വെക്കുന്ന സമയത്ത് പോയി മോളെ ഇപ്പോൾ ജിജു വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മോളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടും ഞങ്ങൾക്ക് മേടിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ച് അധികം സാധനങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി. പിന്നെ എനിക്ക് GPയിൽ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് GP പോയിട്ട് എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ഒന്ന് മാറ്റി കൊടുക്കണം. 3-4 തവണ അവർ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമായിരുന്നു. അങ്ങനെ GPയിലൊക്കെ പോയി തിരിച്ച് ഞങ്ങൾ ഗ്രോസറി ഷോപ്പിൽ പോയി. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറേ പിള്ളേർക്ക് ബിസ്ക്കറ്റൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ച് ഞങ്ങൾ തിരിച്ച് വന്നു. ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ചോറ് വേഗം വന്ന് കറിയൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വേഗം ഒരു മുട്ട ഇച്ചിരി മറ്റേ കുത്തൽമുളക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഡേവിഡിനെ വിളിക്കേണ്ട സമയമായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. പിന്നെ ഡേവിഡിനെ വിളിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഇന്ത്യൻ സ്റ്റോറായ ഡെർബി, ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ, ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരു അരമണിക്കൂർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ അങ്ങോട്ട് വച്ചു പിടിച്ചു കേട്ടോ. പോണ വഴിക്ക് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പം കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ ആ ഒരു ഇതൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടു. അപ്പം ഞങ്ങൾക്ക് കോസ്റ്റ്കോ എന്ന് പറഞ്ഞിട്ട്
ഇവിടെ ഒരു വലിയ ഷോപ്പുണ്ട്, അവിടെ മെമ്പർഷിപ്പ് എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി മെമ്പർഷിപ്പൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളൊരു 5:30-6 മണി. അപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, വീട്ടിലേക്ക് ഒരു സാധനവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വന്നു, ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നു. എന്തായാലും എനിക്ക് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരെ വന്ന് രണ്ടുപേരെയും ഡ്രസ്സൊക്കെ മാറ്റിച്ച്, ഡേവിനിക്ക് എപ്പോഴും ഞാൻ കൂടെ വേണം കേട്ടോ. ഞാനിവിടെ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമാണെങ്കിൽ അവൾക്ക് ഞാനും വേണ്ട ഒന്നും വേണ്ട. പിന്നെ അവളുടെ കൂടെ അവൾ കട്ടിലേ കയറി തുള്ളലാണ്. അപ്പോൾ ഞാൻ പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരം കളിച്ച് അവളെ ഡ്രസ്സൊക്കെ മാറ്റിച്ച്, അല്ലെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ ഇരുന്ന് വാശി കൂടിക്കൊണ്ടിരിക്കുവേ. അപ്പോൾ എല്ലാത്തിനും അവളുടെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ട് ഞാൻ അവളെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാനും ഡ്രസ്സ് മാറി ഞാൻ നേരെ അടുക്കളയിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. കാരണം ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഗീ റൈസും ചിക്കനും ബട്ടർ ചിക്കനും ഉണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ. ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ, ഗീ റൈസും ബട്ടർ ചിക്കനും ഒന്നും. ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലെ ചിക്കൻ കറി ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഗീ റൈസും ചിക്കനും ഒന്നും എനിക്ക് ഉണ്ടാക്കാനും അറിയത്തില്ല. ഞാൻ ഇതുവരെ അതിന് വേണ്ടിയിട്ട് ട്രൈ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ബട്ടർ ചിക്കനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് അരിയും ചിക്കനൊക്കെ കഴുകി എടുത്ത് വെച്ച് എല്ലാ മസാലകളൊക്കെ തിരുമ്മി ഞാൻ ബട്ടർ ചിക്കൻ റെഡിയാക്കി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. മിക്സിയിൽ ചൂടോടുകൂടി ഞാൻ ഈ മസാല അങ്ങോട്ട് അരച്ചപ്പോൾ ഇങ്ങനെ എയർ കയറി തെറിച്ച് വന്നു കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ബട്ടർ ചിക്കനും ഗീ റൈസും എന്നുള്ള ഉദ്യമത്തിൽ വളരെ സക്സസ് ആയിട്ട് ഞാൻ വിജയിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് ഇന്നത്തെ ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതേപോലെ ഇത് കുക്കിങ്ങിൻ്റെ വീഡിയോയാണ്. ഈ കുക്കിങ്ങിൻ്റെ വീഡിയോയുടെ ഇത് ഞാൻ വേറൊരു വീഡിയോയായിട്ട് എങ്ങനെയാണ് ഞാൻ ബട്ടർ ചിക്കനും ഗീ റൈസും ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ ഇടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെയും ബാ.